ഫലസ്തീൻ 40 കിലോമീറ്റർ നീളമുള്ള ഏതാണ്ട് 15 കിലോമീറ്റർ മാത്രം വീതിയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം വലിപ്പമുള്ള 1948 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയുടെ ഇരയായി ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമൂഹത്തിന് തലചായ്ക്കാൻ ഒരിടവും ചുറ്റടക്കാൻ ഭക്ഷണവും കൊടുത്ത ഫലസ്തീനിലെ അറബി സമൂഹത്തെ തങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാൻ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും നരഭോജിയുമായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ കാലത്ത് നടത്തുന്ന ആസൂത്രിതമായ മനുഷ്യക്കുരുതികളും കൂട്ടക്കൊലകളും നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നിഷ്കരുണം കൊത്തുതീർക്കുന്ന ഇസ്രയേലി ജൂതായിസത്തിന്റെ സയനിസത്തിന്റെ വലിയൊരു പിടിയിലാണ് ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ഒറ്റവാക്ക് നാസി ജർമ്മനി ഭരിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലർ എല്ലാം കല്ലുന്ന ഒരു ഏകാധിപതിയെ ചരിത്രം കണ്ടിട്ടില്ല. ആ ഹിറ്റ്ലറാണ് ആ കാലഘട്ടത്തിൽ ജൂതന്മാരെ കത്തിജ്വലിക്കുന്ന ഗ്യാസ് ചേമ്പറിലിട്ട് പച്ചയ്ക്ക് കൊന്നു തിന്നതും. എല്ലാവരും ഹിറ്റ്ലറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പച്ച മനുഷ്യരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ, ജൂതന്മാരോട് എന്തിനാണ് ഇത്ര ദേഷ്യമെന്ന് ചോദിക്കുമ്പോ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായമായി ഹിറ്റ്ലറിനോട് നമുക്കറിയാതെ തോന്നിപ്പോകുന്ന ചില മൃദുവികാരങ്ങളുണ്ട്. ഹിറ്റ്ലർ പറയുന്നുണ്ട്, എല്ലാ ജൂതന്മാരെയും ഞാൻ കൊന്നൊടുക്കാതെ അവരുടെ തലമുറയിൽ നിന്നൊരൽപ്പം ആളുകളെ ഞാൻ ബാക്കി വെക്കുകയാണ്. അവർ പിന്നീട് ഈ ലോകത്ത് കാണിക്കുന്ന ദുഷ്കർമ്മങ്ങൾ കാണിക്കുമ്പോ ഞാൻ ചെയ്തതായിരുന്നു ശരിയെന്ന് കാലം എന്റെ ഈ ചെയ്തികളെ, കാലം എന്റെ ഈ പ്രവർത്തനങ്ങളെ ശരിവെക്കാൻ ജൂതന്മാരുടെ ഒരൽപ്പ സമൂഹത്തെ ഞാൻ ബാക്കി വെക്കുകയാണ് എന്ന് അഡോൾഫ് ഹിറ്റ്ലർ എഴുതി വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഹിറ്റ്ലർ പറഞ്ഞത് ചെയ്തത് ശരിയായിരുന്നു എന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് തോന്നും വിധം ഗസയിലെ ഖാൻ യൂനിസിലെ 4 ഭാഗത്തു നിന്നും ചുറ്റുവരിയപ്പെട്ട അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കഴിഞ്ഞ 745 ദിവസങ്ങളായി ഭക്ഷണമില്ലാതെ, വായുവില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ ഒരു ജനത ചെറുത്തു നിൽക്കുകയും അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിന് നേരെ, ഇടനെഞ്ചിന് നേരെ വെടിയുണ്ടകൾ പാഞ്ഞുവിട്ട ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി അബലകളായ സ്ത്രീകളോട് അതിക്രമം കാണിച്ച് ജൂതായിസത്തിന്റെ തേരോട്ടം നടത്തുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം, ആ നാടിനെ കീഴടക്കാൻ അവർക്ക് കഴിയാതെ ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുമായി, അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം, ആ ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുമായി കരാറിൽ ഏർപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ അച്ചുതണ്ടിന് മാറേണ്ടി വന്നാൽ ആ ഫലസ്തീൻ ഒരു ചരിത്രമാണ്. അത് വരാനിരിക്കുന്ന ലോകത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ പാഠങ്ങളാണ്. ആ ജനത ലോകത്തിന്റെ വിസ്മയമാണ്. തകർന്നടിഞ്ഞു പോകുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആ ജനത ലോകത്തിന്റെ മുമ്പിൽ ഒരു മഹാത്ഭുതമായി മാറുകയാണ്.